ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള സാരീസാണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മളൊരു 4 ഓഫർ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു എല്ലാവരുടെയും. കുറേ പേർക്ക് കിട്ടാത്തതിന് വിഷമമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സിംഗിൾ പീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് മെസ്സേജ് ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്കതിങ്ങനെ സോർട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഭാഗ്യമുള്ളവർക്കൊക്കെ കിട്ടിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടാത്തവരൊന്നും ഇനി വിഷമിക്കേണ്ട. നമുക്ക് കുറേ സാരീസ് ഇനിയും വീഡിയോസ് വരുമല്ലോ, അപ്പോൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് പറയണില്ല എന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും സാരി ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറോട് കൂടെ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല. വാട്സപ്പ് ത്രൂ, മെസ്സേജസ് ത്രൂ ആണ് നിങ്ങളുടെ എൻക്വയറിയും പർച്ചേസൊക്കെ നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ വാട്സപ്പിലേക്ക് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നമ്മൾ ഈ സാരി അവൈലബിൾ ആണോ എന്നുള്ളത് അറിയിക്കും. യെസ് അല്ലെങ്കിൽ നോ അറിയിക്കും. അപ്പോൾ അവൈലബിൾ ആണെന്ന് യെസ് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഉടനെ തന്നെ നമ്മൾ സാരീൻ്റെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരൂ കേട്ടോ. അപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടോ GPay ഫോൺപേ ആയിട്ടോ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ്, പേര്, വീട്ടുപേര്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഫോൺ നമ്പർ, ഡിസ്ട്രിക്റ്റ് എല്ലാം കൂട്ടിയിട്ടുള്ള കംപ്ലീറ്റ് അഡ്രസ്സ് സെൻഡ് ചെയ്യുക. ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയാൻ കാരണം പലരും അഡ്രസ്സ് സെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേരുണ്ടാവില്ല, ചിലപ്പോൾ പിൻകോഡ് ഉണ്ടാവില്ല, ഫോൺ നമ്പർ ഉണ്ടാവില്ല, ഡിസ്ട്രിക്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ പിന്നെ നമ്മൾ ഓരോന്ന് ചോദിച്ചിരിക്കണം. അതുകൊണ്ടാണ് കംപ്ലീറ്റ് അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇത്രയും പ്രൊസീജിയറാണ് ഈ പർച്ചേസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. ഒരു വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ പിന്നത്തെ വീഡിയോ തൊട്ട് നിങ്ങൾക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഓൾറെഡി ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും അറിയണവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യും, പേയ്മെൻറ്റ് ചെയ്യും, അവർക്ക് സാരി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇത് സോൾഡ് ഔട്ട് ആവുന്നത്. പിന്നെ കുറേ പേര് എപ്പോഴും സാരി ചോദിച്ചാൽ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. നമ്മൾ ഒരുവിധം സ്റ്റോക്കൊക്കെ വെക്കാറുണ്ട്, ഒരുപാട് സ്റ്റോക്ക് വെക്കില്ല. നമ്മൾ ഈ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള സാരീസാണ് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും ഡിസൈനും മെറ്റീരിയലും ഒക്കെ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമാവണവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് വേഗം സോൾഡ് ആവുന്നത് കേട്ടോ. നമുക്കങ്ങനെ ഒരുപാട് സോൾഡ് ആവാതെ ബാക്കിയൊന്നും വരാറില്ല, എല്ലാം സോൾഡ് ഔട്ടായി പോവാറുണ്ട്. പിന്നെ ഓരോ പീസൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഓരോ പീസൊക്കെ അതും എൻക്വയറി വരുന്നുണ്ടാവും. നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റാണ്ട് ബാക്കി വരുന്ന 1-2 പീസസൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഞാനിപ്പോൾ ഓഫർ സെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഓൺലൈൻ സ്റ്റോറാണ്. കുറേ പേര് ഷോപ്പ് ചോദിക്കുന്നുണ്ട് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നോക്കി ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാമല്ലോ. ഓൺലൈനിൽ കൂടെ ഒന്നും കിട്ടണില്ല അവർക്ക് പർച്ചേസ് ചെയ്യാമെന്നാണ് പറയണത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോറായിട്ട് ഷോപ്പായിട്ട് തുടങ്ങിയിട്ടില്ല. ഓൺലൈൻ സ്റ്റോറാണ്. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ പ്യുവർ മഹേശ്വരി സാരീസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് വേഗം കണ്ടുപോവാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2450, 2450 ഞാൻ ഇംഗ്ലീഷിലും പ്രൈസ് പറയാറുണ്ട്, മലയാളത്തിലും പറയാറുണ്ട്. ഇതിൽ കമൻറ്റ് വരാറുണ്ട് അവർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ പ്രൈസ് പറയാൻ വേണ്ടിയിട്ട് 2450 ആണ് കേട്ടോ. നമുക്ക് സാരീസ് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഇന്ന് ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊന്നുമില്ല ഇപ്പോൾ, അതുകൊണ്ട് AC ഇടാൻ പറ്റില്ല. നല്ല വേർത്തിരിക്കുക. ഫാൻ ഫുൾ സ്പീഡിലിട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേഗം ഓരോ സാരീസായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്യുവർ മഹേശ്വരി സിൽക്ക് സാരീസാണ്. ഇതിൻ്റെ ബേസ് സിൽക്ക് കോട്ടൺ ബേസിലാണ് വരിക. ഇതാ കണ്ടോ, എല്ലാ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇത് നല്ലൊരു ബർഗണ്ടി കളറിലാണ് വരുന്നത്. നല്ലൊരു
മെറൂണും കോഫീൻ്റെയൊക്കെ അടുത്തുള്ള ഒരു കളർ കേട്ടോ. ഡാർക്ക് മെറൂൺ, നല്ലൊരു ബർഗണ്ടി കളർ എന്ന് പറയില്ലേ, ആ കളറാണ്. കോഫീൻ്റെയൊക്കെ അടുത്ത് വരുന്നൊരു കളറാണ്. ഇതങ്ങനെ നമുക്ക് കിട്ടാറില്ല ഈ കളറ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മഹേശ്വരി ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വീവിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് ഇത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് സാരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിൻ്റ് ഈവൺ ആയിരിക്കണം എന്നില്ല കേട്ടോ. അതിന് കുഞ്ഞു കുഞ്ഞു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതാണ് ഈ സാരീസിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി ഒക്കെ കേട്ടോ. ഇതേപോലെ വരിക. കണ്ടോ, പല്ലു വരുന്നത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. അതിലിതാ ഇങ്ങനെ ഇതേപോലെ വീവിങ് പാറ്റേണും വരുന്നുണ്ട് കേട്ടോ. സെറി വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഈ ത്രെഡൊക്കെ ആ വീവിങ്ങിൽ, ആ സെറിയുടെ വീവിങ്ങിൽ നിൽക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്, ഡാമേജ് അല്ല. കണ്ടോ, ഈ ബോർഡറിലൊക്കെ ഇതേപോലത്തെ കണ്ടോ ഇങ്ങനത്തെ മാർക്സ് ഒക്കെ കാണും. അത് ആ നാച്ചുറലായിട്ട് സാരി മേക്ക് ചെയ്യുന്നതിൻ്റെ ആണ് കേട്ടോ. കുറേ പേര് അറിയാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരതിൻ്റെ കളറ് പോയെന്നോ അല്ലെങ്കിൽ ഡാമേജ് ആണെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. വീഡിയോ ഫുള്ളായി കണ്ട് 100% ഓക്കെ ആയിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ഫങ്ഷൻ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എലഗൻറ്റ് സാരിയാണ് കേട്ടോ. കണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ള സാരീസാണ്. ഇതിന് നമുക്ക് ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഒരു ലൈറ്റ് ഒരു ഷെയ്ഡിൽ ഇതേപോലത്തെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും കൂടെ വരുമ്പോൾ കേട്ടോ. ഇതാ കണ്ടോ, സാരി ഇങ്ങനെ വരും, ബ്ലൗസ് ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നിങ്ങൾക്കിനി പ്ലെയിൻ ബ്ലൗസ് വേണമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഒരു ബേസ് കളറോ ബ്ലാക്ക് കളറോ എങ്ങനെയാണെങ്കിലും ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ആയിരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ അയക്കുക. നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ സാരീൻ്റെ റേറ്റ് വരുന്നത് 2450 ആണ്, 2450 ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബ്ലൗസിൻ്റെ എഡ്ജിൽ വരുന്നതാണ്. ഇതൊക്കെ ആ കട്ടിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ ഓരോന്നും എടുത്ത് പറയണതെന്ന് വിചാരിച്ച പൊതുവേ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം തട്ടിപ്പ് വെട്ടിപ്പ് അങ്ങനെ ആണെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ട് വരുന്ന സാരീസാണ്. ഇത് ബ്ലൗസ് പീസിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് കേട്ടോ. അത് അൺഈവൻ ആയിട്ടാണ് ഇരിക്കുക. പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതേപോലെ ഇരിക്കുക കേട്ടോ. കണ്ടോ, അതെല്ലാവർക്കും അറിയാം. അറിയുന്നവർക്ക്, അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് പറയുന്നത്. ഒരു ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത്തിരി ഫാൻ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം കേട്ടോ. ഇതാ കണ്ടോ, മഴയൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ചൂടാണ്. ഇതാ കണ്ടോ, ഇതേപോലെയാണ് സാരി വരുന്നത്. അപ്പോൾ ഇനി ഒരു സാരീനെ പറ്റി ഞാൻ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് ഇനിയുള്ളത് നമുക്ക് വേഗം വേഗം കണ്ടുപോവാം. ഇതെന്തിനാ അറിയുന്നവർ വിചാരിക്കും ഇതെന്തിനാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടി പറയുന്നതെന്നൊക്കെ. പക്ഷേ ഈ സാരീനെ പറ്റി അറിയാത്തവർ പർച്ചേസ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ലൊരു ഓഫ് ക്രീം ഷെയ്ഡിൽ ഇതാ കണ്ടോ, യെല്ലോ കളറ് ബോർഡറാണ് വരുന്നത്. അതിൽ നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിൻ്റാണ്. അപ്പോൾ താഴത്തെ ബോർഡർ ഇതേപോലെ വരും കേട്ടോ. മുകളിൽ ഇതേപോലത്തെ സിംഗിളായിട്ടുള്ള ബോർഡറായിരിക്കും. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, നമ്പർ 2 ആണ്. ഓഫ് ക്രീമിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു യെല്ലോ ഫ്ലവേഴ്സാണ് വരുന്നത്. അത് നല്ല ഭംഗിയാണ്. ബോർഡറിൽ ഇതാ കണ്ടോ, മഹേശ്വരി ബോർഡർ വരുന്നുണ്ട്. നല്ല വീവ് ചെയ്തിട്ടുള്ള ബോർഡറാണ്. പല്ലു വരുന്നത് നല്ലൊരു യെല്ലോയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ഇതാ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇതേപോലെ ഓഫ് ക്രീമിൽ കണ്ടോ ഇങ്ങനെ ബോർഡർ വരും. ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ കേട്ടോ, ഭയങ്കര തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസാണ്. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഞൊറിഞ്ഞിടാനും വൺ ലെയറിലായിട്ട് ഇടാനൊക്കെ സൂപ്പറാണ്.
കണ്ടോ, ഇതുപോലത്തെ ബ്രോഡായിട്ടുള്ള ബോർഡറിന് ഒരുപാട് ആരാധകരുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2450, 2450. നേരത്തെ സാരിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിന് ബാധകമാണ്. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും നാച്ചുറലായിട്ട് ചെയ്തെടുക്കുന്ന പ്യുവറായിട്ട് വീവ് ചെയ്ത് വരുന്ന പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റും കളറൊക്കെ ചിലപ്പോൾ അൺഈവൺ ആയിരിക്കും. അവിടെ ഇവിടേക്ക് കുഞ്ഞു കുഞ്ഞു മാർക്കും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അത് നാച്ചുറലായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനിയുള്ള സാരിക്കൊക്കെ ഈ പറഞ്ഞത് ബാധകമാണ്. ഇനി ഞാൻ വീണ്ടും എടുത്ത് പറയില്ല, വേഗം നമുക്ക് കാണിച്ചിട്ട് പോവാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് വരുന്നത് ഇതേപോലെ വിത്ത് ബോർഡറാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 3 ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വരുന്നത്. ഈ ഡിസൈൻ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസ്റ്റോക്കാണ്. ഇതാ കണ്ടോ, ഇതേപോലെ ഇത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളൊരു ഡിസൈനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ പേര് എൻക്വയറി ചെയ്തിട്ട് അതിൻ്റെ റീസ്റ്റോക്കാണ്. സെയിം കളറാണ്, പ്രിൻറ്റ് സെയിം ആണോ എന്ന് ഷുവർ അല്ല. അത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അതിൽ ഈ വീവിങ് ആയിട്ടുള്ള ബോർഡറാണ്. ഇത് നാച്ചുറലായിട്ട് ചെയ്തെടുക്കുന്ന ബോർഡേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ത്രെഡ് പുള്ളിങ്ങും സ്ക്രാച്ചസൊക്കെ കാണാം ഈ ബോർഡറിൽ. നാച്ചുറലായിട്ട് വരുന്നതാണ്. ഇതാണ് പല്ലു. അതിലിതാ ഇതേപോലെ സെറി വീവിങ് ലൈൻസ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആ ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് ഇതേപോലത്തെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ബോർഡറും വീവിങ് മഹേശ്വരി ബോർഡറും വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2450, 2450, 2450. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഇതേപോലെ ഇങ്ങനെ മടങ്ങിയിരിക്കണം, അതൊക്കെ കാണാം കേട്ടോ. അത് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സെറി വീവിങ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അല്ലാതെ ഇതൊന്നും ഡാമേജ് അല്ല. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രിക്ക് ബ്രൗൺ, ഒരു മെറൂണും കൂടെ മിക്സായ പോലത്തെ കളറാണ്. നാച്ചുറൽ കളേഴ്സിൽ വരുന്നതാണ്. നമ്പർ 4 ആണ്. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സും വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതേപോലെ വരുന്നത് കേട്ടോ. അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ആ മഹേശ്വരി ബോർഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. പല്ലു വരുന്നത് ഇതാ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. ഒരു ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഇങ്ങനെ ചെറിയ കണ്ടോ കളർ സ്മഡ്ജസ് ഒക്കെ വരും. അത് ആ ഒരു നാച്ചുറൽ കളർ ചെയ്യണതിൻ്റെയും ഡൈ ചെയ്യണതിൻ്റെ ഒക്കെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലത്തെ ബ്ലാക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വിത്ത് ബോർഡേഴ്സാണ്. ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെയാണ്, പിന്നെ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനത്തെ ഒരു ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, അതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ആ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ മാർക്ക് ഈ സാരിയിൽ ഇങ്ങനെ വിസിബിളാണ് കേട്ടോ. കണ്ടോ, അത് നമ്മൾ ഡിജിറ്റൽ പ്രിൻ്റോ അല്ലെങ്കിൽ നോർമൽ സ്ക്രീൻ പ്രിൻ്റോ പോലെയൊന്നുമല്ല, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. അതിൻ്റെ മാർക്ക് ഇതിലിങ്ങനെ വിസിബിളാണ്. അപ്പോൾ ഒരു ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിൽ വരുന്ന സാരിയാണ്. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെയാവും വരിക. കണ്ടോ, ഇങ്ങനെ വരും. ഞൊറിഞ്ഞിടണ ഭാഗത്തേക്ക് ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെയായിട്ടാവും വരിക. ഹാഫ് പോർഷൻ ഇങ്ങനെയായിട്ടാണ് വരിക കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതേപോലത്തെയൊക്കെ നമുക്ക് റെയറായിട്ട് കിട്ടുള്ളൂ. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സാരീസാണ്. ഇതിന് നമ്മുടെ സിന്തറ്റിക് സാരീസിൻ്റെ പോലെ ഒരുപാട് തിളക്കവും മിനുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര ക്ലാസ് ലുക്കായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2450, 2450. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 5 ആണ്. ഇതും റീസ്റ്റോക്ക് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം സെയിം ആണെന്ന് ഷുവറല്ല. കളറും പാറ്റേണൊക്കെ സെയിം ആയിട്ട് നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. നല്ലൊരു വയലറ്റ് കളറ് വരുന്ന സാരിയാണ്. ലാവൻഡർ വയലറ്റ് മിക്സ് ആയിട്ടുള്ളത്. ഇതാ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മഹേശ്വരി ബോർഡറാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. പല്ലു വരുന്നത് ഇതേപോലെയാണ്. അതിൽ ആ സെറി വീവിങ് ലൈൻസ് പോകുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. വൺ സൈഡിൽ ഇതേപോലെ, ഒരു സൈഡിൽ ഇങ്ങനെ ഡബിൾ ബോർഡർ ഉണ്ട്. ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും പിന്നെ ആ ഒരു മഹേശ്വരി വീവിങ്ങിൻ്റെയും വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2450, 2450 ആണ്. 2450 കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്ത് നമ്പർ 6 ആണ്. ഇതും ഒരു റീസ്റ്റോക്കാണ്. നല്ല ഭംഗിയാണ്. ഇത് ചന്തേരിയിലാണോ മഹേശ്വരിയിലാണോ കൊണ്ടുവന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
നല്ല ഭംഗിയാണ്, ഒരുപാട് ഡിമാൻഡായിരുന്നു ഇതിന്. അതാ കണ്ടോ, നല്ല ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ്. ഒരു ലൈറ്റ് കളറുമേ ഒരു ബ്രിക്ക് ബ്രൗണും ബ്ലാക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് എല്ലാം വന്നിട്ടുള്ളത്. ആ കളറിങ് കണ്ടോ, നല്ല ഭംഗിയിലാണ് ഡൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടിയെടുക്കുക. നമ്പർ 6 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ക്ലാസ് ലുക്കായിരിക്കും. ഇതെല്ലാം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാരീസാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഇംപെർഫെക്ഷൻസ് കാണും ഈ സാരിയിൽ. അത് നാച്ചുറലായിട്ട് വരുന്നതാണ് കേട്ടോ. അതാണ് ഈ സാരീസിൻ്റെ ഒരു ബ്യൂട്ടി. സിന്തറ്റിക് സാരി പോലെയേ അല്ല കേട്ടോ, ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണ സാരിയാണ്. ഇങ്ങനെയാണ് പല്ലു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡിൽ പോൾക്ക ഡോട്ട് വിത്ത് ബോർഡറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ബ്ലൗസും സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2450, 2450. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 7 ആണ്. ഇതും നമ്മൾ മഹേശ്വരിയിലാണോ ചന്തേരിയിലാണോ കൊടുക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. നമ്പർ 7 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡേഴ്സാണ് വരുന്നത്, ബ്ലാക്കിലും ഓഫ് വൈറ്റിലും. ബോഡി ഫുൾ യെല്ലോ, അതിലിതാ ഇങ്ങനൊരു പീക്കോക്ക് പാറ്റേൺ ആണ്. നിറയെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ആ ബ്ലോക്കിങ്ങിൻ്റെ മാർക്ക് ഈ സാരിയിൽ വിസിബിൾ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു വരുന്നത് കണ്ടോ, ഇതേപോലെ യെല്ലോ ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സും അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും പിന്നെ ഈ മഹേശ്വരി ജെറി വീവിങ്ങും ഒക്കെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ്, ഇതേപോലെ ബോർഡറും വരും. നല്ല ഭംഗിയായിരിക്കും ഈ സാരിയും ബ്ലൗസും. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. യെല്ലോയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇതിലെ എല്ലാ സാരിയും ഒന്നിനൊന്നിന് ഭംഗിയാണ് കേട്ടോ. ഏതെടുത്താലും സൂപ്പറായിരിക്കും. എല്ലാവർക്കും ചേർന്ന് പോകുന്ന കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റേറ്റ് വരുന്നത് 2450, 2450, 2450 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഏത് മെറ്റീരിയലിൽ വന്നാലും ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ ഇത് ഇൻഡിഗോ ബ്ലൂ അറിയാലോ, ഏത് മെറ്റീരിയലിൽ വന്നാലും കളർ ബ്ലീഡിങ് ചാൻസ് ഉണ്ടാവും. അത് ഇപ്പോഴും അറിയാത്തവരുണ്ട് കേട്ടോ. മിക്ക സാരീസും നിങ്ങൾ ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ തന്നെയായിരിക്കും നല്ലത്. അതിനുശേഷം ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ അടുത്ത് മിക്ക സാരീസും ഡ്രൈ വാഷ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരുന്നത്. ഓരോ കളറിനനുസരിച്ച് ഈ സെറിയുടെ കളറിൽ വ്യത്യാസമുണ്ട്. ഇതിനൊരു മാറ്റ് ഫിനിഷ്, ഡൾ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ സാരിക്ക് ഒരു ഭയങ്കര ക്ലാസ് ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് വിത്ത് ബോർഡറാണ്. ഈ സൈഡിൽ ഇതേപോലെയുള്ള ബോർഡർ വരുന്നുണ്ട്. കണ്ടോ, ഇൻഡിഗോ സാരീസിന് ആ ഒരു ഡൈയിങ്ങിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് പറയണത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് മഹേശ്വരി സിൽക്ക് കോട്ടണിൽ വരുന്ന സാരി. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം ആണ്. പിന്നെ സാരീനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കി നാച്ചുറൽ ഒതൻറ്റിക് സാരീസിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.